ആ ആ. അല്ല അത് 10 വർഷത്തിന് മേലെ ഇല്ല ഇപ്പോഴത്തെ മതത്തിൽ താല്പര്യമില്ല താല്പര്യമില്ല. അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കി, എന്ത് ചെയ്യാനും പറ്റുന്നില്ല കേട്ടാ. അത് പിരിയാൻ തന്നെ തീരുമാനം. വെറുതെ നമ്മുടെ ലൈഫും അവരുടെ ലൈഫും. ഞാൻ റിജു വിശ്വം, കുടുംബ കോടതിയുടെ കൗൺസിലറാണ്. വിവാഹബന്ധം വേർപെടുത്താനുള്ള തീരുമാനമായി എത്തിയിരിക്കുകയാണല്ലോ നിങ്ങളൊക്കെ. ഇവിടെ വെച്ച് നല്ലൊരു തീരുമാനവുമായി ഒന്നിച്ചു പോകാൻ ഞാൻ കാരണമാകുമെങ്കിൽ കൃതാർത്ഥനായി. ഒരു തവണ കൂടി പരസ്പരം വിട്ടുവീഴ്ചയത് നിങ്ങൾക്കൊന്നിച്ചുകൂടെ? ഓ, സാറിനത് പറയാം. നിങ്ങൾക്ക് നിങ്ങളെ അനുസരിക്കുന്ന സ്നേഹിക്കുന്നൊരു ഭാര്യ ഉണ്ടാകാം. എന്നാൽ ഈ സാധനത്തിന് ചുമക്കാൻ തുടങ്ങിയിട്ട് 10-12 വർഷമായി ഞാൻ. വയ്യ സാറേ, ഇനിയുള്ള കാലമെങ്കിലും എനിക്കല്പം മനസ്സമാധാനത്തോടെ ജീവിക്കണം. ആരാ എന്നെ നിങ്ങളെ തടഞ്ഞു വെക്കുന്നേ? പോയിക്കോ, പോയി ഏതെങ്കിലും പെണ്ണിന്റെ കൂടെ സമാധാനത്തോടെ ജീവിക്കേ. എന്നെപ്പോലെ നിങ്ങളുടെ ആട്ടും തുപ്പ് സഹിക്കാൻ ഇനി ഒരുത്തിയെ കിട്ടുമെന്ന് കരുതണ്ട. അങ്ങനെ കിട്ടിയാ അത് നിങ്ങളുടെ അവസാന കാലമായിരിക്കും. നിങ്ങൾക്കിങ്ങനെ പോരാടാൻ ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവുമെന്നറിയാം. അതിൻ്റെ ഫലമാണല്ലോ നിങ്ങളൊക്കെ ഇവിടെ എത്തിയത്. എന്നാ എൻ്റെ ചെറിയൊരു ജീവിതകഥ ഞാൻ നിങ്ങളോട് പറയാം. ഓ, ഇനി നിങ്ങളുടെ കഥ കൊടുക്കിട്ട് നേരം കളയണോ? ഞങ്ങളുടെയൊക്കെ ഒരു പരിഹാരത്തിന് വേണ്ടിയാ കുടുംബ കോടതിയിൽ നിന്ന് ഇങ്ങോട്ട് വിട്ടത്. ഇനി ഇതും കൂടെ സഹിക്കണോ? നിങ്ങളെ കഥ കേട്ടിട്ട് എന്താ സാറേ കാര്യം? ഞങ്ങളെ കഥ കേൾക്ക്. എൻ്റെ കഷ്ടകാലത്തിന് തലയിലായിപ്പോയതാ ഇതിനെയൊക്കെ. ഒരു മോളുണ്ട് സാറേ, അതിനെയും കൂടി പാട്ടിലായി കളഞ്ഞു ഇവള്. സഹിക്കാൻ പറ്റുന്നില്ല സാറേ. ഇവരൊക്കെ എന്താ കരുതിയെ? പെണ്ണെന്ന തട്ടിക്കളിക്കുന്ന പന്താണെന്നോ? അങ്ങനെയാണെങ്കിൽ പണ്ടങ്ങ് ചവിട്ടി പുറത്താക്കുമായിരുന്നു. മതി മതി, ഇത്രയും വർഷങ്ങൾ നിങ്ങളിങ്ങനെ കലയിച്ച് രൂക്ഷമാക്കിയല്ലേ ഇവിടെ എത്തിയത്. ഇനി ഞാൻ പറയട്ടെ, അത് നിങ്ങളിവിടെ വന്നതിനുള്ള പരിഹാര നിർദ്ദേശമാണെങ്കിലോ? ഞാൻ സാമ്പത്തികമായി ഭേദപ്പെട്ടൊരു കുടുംബത്തിലാണ് ജനിച്ചത്. ആദ്യം കാണാൻ പോയ പെണ്ണ് തന്നെ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ഭാര്യയായി വരുന്നവൾക്ക് സാമ്പത്തികമോ വിദ്യാഭ്യാസമോ സൗന്ദര്യമോ ഒന്നിനും ഞാൻ പ്രാധാന്യം കൊടുത്തിരുന്നില്ല. ഓരോരുത്തർക്കും കരുതി വെച്ചത് എന്ന് പറയാറില്ലേ, എനിക്കും അവൾ അങ്ങനെ തന്നെയായിരുന്നു. പൂർണിമ, അതായിരുന്നു അവളുടെ പേര്. എനിക്കവൾ പൊന്നൂസായി. നല്ലത് മാത്രം തരണമേ എന്നതായിരുന്നില്ല എൻ്റെ പ്രാർത്ഥന. മറിച്ച് അരുതാത്തതിനൊക്കെ നേരിടാനുള്ള കരുത്ത് തരണമേ എന്നതായിരുന്നു. അവളോടൊപ്പമുള്ള നല്ല നാളുകൾ അങ്ങനെ അങ്ങനെ അങ്ങനെ. കൈ മുറിച്ചു വെച്ചോ? എന്താ ഏട്ടാ ഇത്? അമർത്തി പിടിച്ചോ? അതിന് മാത്രം ഒന്നുമില്ല എൻ്റെ പൊന്നൂസേ. അതിന് മാത്രമൊന്നും വേണ്ട എന്റെ പൊന്നെ. ഏട്ടൻ എന്തിനാ ഈ പണിയൊക്കെ ചെയ്യുന്നേ? നമുക്ക് രണ്ടാക്കല്ലേ ഉണ്ടാക്കണ്ടു. അതിന് ഞാൻ തന്നെ പോരെ? എൻ്റെ ഭാര്യയെ ഞാൻ ഹെൽപ്പ് ചെയ്യുന്നു, അതിനെന്താ? അതവിടെ വെച്ചേ. ഏട്ടൻ പോയിരുന്നേ, ഞാൻ ചായ എടുക്കാം. വാ, നീ ഇരിക്കേ. ആ ഉപ്പേരിയും കൂടി ആയിക്കോട്ടെ, ഏട്ടന് കൊണ്ടോണ്ടല്ലേ. സമയത്തിന് ഭക്ഷണം കഴിക്കേ, എന്നിട്ട് മതി ജോലിയൊക്കെ. വാ. ഓ, ഏട്ടൻ്റെ ഒരു കാര്യേ ഒന്നാവട്ടെ. എന്താടോ, BP മറ്റോ ചെക്ക് ചെയ്തോ നീ? എന്താ? അല്ല, കറിയിൽ തീരെ ഉപ്പില്ല. ഉപ്പില്ലേ?
സാരല്ലടോ, താൻ കഴിക്കേ. ചെറിയ ശാസനകളൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നവളാ ഏട്ടാ. അതിന് എൻ്റെ സ്വഭാവം മാറ്റേണ്ടി വരുമോ? ഈ സ്നേഹം വിട്ടുള്ള ഒന്നും വേണ്ട. ഏട്ടാ, ഏട്ടാ, എണീക്കേ. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത മറന്നോ? അത് ഞാൻ മറക്കും എൻ്റെ പൊന്നൂസേ. കുളിച്ചേ, അമ്പലത്തിൽ പോണം. നിനക്ക് ഞാനേ ഒരു ബിഗ് സർപ്രൈസ് തരുന്നുണ്ട്. അതെന്തേട്ടാ? അതൊക്കെ ഉണ്ടോ, പറയാം. ഏട്ടാ, റിയാസ്, വാടാ ഇരിക്കേ. വേണ്ടടാ, ഈറണ്ടല്ലേ, എനിക്ക് പെട്ടെന്ന് പോകണം. ഷോറൂമിൽ നല്ല തിരക്കാ. പിന്നെ എന്നെ ഏൽപ്പിച്ച് ദൗത്യം നിർവഹിക്കാലോ. അപ്പൊ ഇതാണ് പൊന്നൂസേ നിനക്കുള്ള സർപ്രൈസ്. പൊന്നുവിനെ പറ്റി പറയാൻ 100 നാവായി. ഇവന് വെഡിങ് ആനിവേഴ്സറിക്ക് ഒരു സർപ്രൈസ് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാനാണ് എൻ്റെ ഷോറൂമിൽ നിന്ന് ഒരു സ്കൂട്ടി കൊടുക്കാമെന്ന് പറഞ്ഞത്. ആ, ഇനി നീ ഇതങ്ങ് വായിച്ചാട്ടെ. എന്നാ ശരി, ഇനി ഞാൻ പോവാ. നല്ല കൂട്ടാ. ഇതാ, ഇനി ഇതിന്റെ അധികാരം നിനക്ക്. എന്തിനാ ഏട്ടാ ഇതൊക്കെ? എടോ, വിവാഹം ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട വഴിത്തിരിവല്ലേ? ആ വഴിത്തിരിവിന്റെ ഓർമ്മയ്ക്ക് ഇത് നിനക്കിരിക്കട്ടെ. ചുമ്മാ ഓർമ്മയ്ക്ക് ഇരിക്കട്ടെ എന്ന്. ഈ ഏട്ടൻ തന്നെ എനിക്കൊരു വലിയ സമ്മാനമല്ലേ. ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ സന്തോഷ ദിനങ്ങൾക്ക് പരിസമാപ്തിയാകാൻ നാളെ ഏറെ ഒന്നും വേണ്ടി വന്നില്ല. പൊന്നൂസേ, പൊന്നു, എന്താടോ, എന്താ കിടക്കുന്നേ? വല്ലാത്തൊരു തലവേദന. മരുന്നൊന്നും തീർന്നില്ലല്ലോ. നല്ല വേദന ഉണ്ടോ? തലക്കകം കുത്തിപ്പറിക്കുക. ഇതുകൊണ്ടൊന്നും കുറയുന്നതല്ല ഏട്ടാ ഈ വേദന. മൂപ്പരൊന്നുകൂടി പിടിമുറുക്കി കഴിഞ്ഞു. പൊന്നു തീരുമാനിക്കേണ്ട ഈ രോഗം. ഈ രോഗം ദൈവം നിശ്ചയിച്ചു കഴിഞ്ഞല്ലോ ഏട്ടാ. ഏട്ടന് ഓർമ്മയുണ്ടോ? എന്നെ കാണാൻ വന്നപ്പോ ഇഷ്ടായില്ലെന്ന് അച്ഛനോട് പറയാൻ പറഞ്ഞില്ലേ? എന്നിട്ട് നിർബന്ധമായിരുന്നല്ലോ. ഞാനൊരു ക്യാൻസർ രോഗിയാണെന്ന് അറിഞ്ഞിട്ട് പോലും. രോഗം നിശ്ചയിക്കുന്ന നമ്മളല്ലല്ലോ. ഇനി കല്യാണം കഴിഞ്ഞാണ് നിനക്ക് വരുന്നതെങ്കിലോ? വരുന്ന ആലോചനകൾ ഞാൻ തന്നെ മുടക്കി. ഓരോരുത്തർ വന്നു പോകുമ്പോഴും ഹാർട്ട് പേഷ്യൻ്റായ അച്ഛൻ്റെ അവസ്ഥ മനസ്സിലാക്കാമായിരുന്നു. പക്ഷെ നിങ്ങളെയും മനസ്സറിഞ്ഞ് ചതിക്കാൻ എനിക്കാവുമായിരുന്നില്ല. പല കൊള്ളരുതായ്മകൾ നടക്കുന്ന ഈ കാലത്ത് എല്ലാം തുറന്നു പറഞ്ഞു നിന്നെ എനിക്ക് സ്വീകരിക്കാതിരിക്കാൻ കഴിയുമായിരുന്നില്ല. മരണം കാത്തിരിക്കുന്ന ഒരു പെണ്ണിന് പറഞ്ഞതല്ല ഏട്ടാ ഈ ദാമ്പത്യം.
പാതി വഴിയിൽ പടിയിറങ്ങുന്നത് ഓർക്കുമ്പോൾ സഹിക്കാൻ പേടിക്കാനൊന്നുമില്ലെന്നേ. കുറച്ച് മരുന്നുകൾ മാറ്റി കൊടുക്കണം, പിന്നെ കീമോയും വേണം. അത് നാളെ തന്നെ എടുക്കാം. കീമോ എന്ന് കേൾക്കുമ്പോൾ ഇപ്പം ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. രോഗശമനത്തിന് കുറച്ചുകൂടി ഫാസ്റ്റ് ആക്കും. ട്രീറ്റ്മെൻറ്റിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ റിജുവിനോട് സംസാരിക്കാനുണ്ട്. ഒരു രഹസ്യം വേണ്ട ഡോക്ടർ. എല്ലാം നേരിടാൻ ഞാൻ തയ്യാറാണ്. എൻ്റെ രോഗത്തെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട് എനിക്ക്. വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം ഡോക്ടർ. പൊന്നു, ക്യാൻസർ എന്നാൽ മരണമൊന്നല്ല. എത്രയോ പേർ അതിജീവിച്ചിട്ടുണ്ട് എൻ്റെ ചികിത്സാനുഭവത്തിൽ. ഇന്നസെന്റ് ചേട്ടനൊക്കെ ഇതിനെ അതിജീവിച്ചതാണെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ചിരിച്ചുകൊണ്ട് നേരിടാനുള്ള കെൽപ്പ് എനിക്കില്ല ഡോക്ടർ. ഏട്ടനോടൊപ്പം ജീവിച്ചെനിക്ക് കൊതി തീർന്നില്ല. പൂർണിമ, രോഗശമനത്തിന് മരുന്ന് മാത്രമല്ല ആവശ്യം, രോഗിയുടെ സപ്പോർട്ടുമാണ്. ഇന്ന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച ട്രീറ്റ്മെൻറ്റാണ് ഞാൻ തരുന്നത്. താനൊരു ദൈവവിശ്വാസിയാണെങ്കിൽ മനസ്സ് പൂർണ്ണമായും അവിടെ സമർപ്പിച്ചേക്കും. പിന്നെ മരുന്നുകളുടെ മനം മടുപ്പിക്കുന്ന മണം നിറഞ്ഞ ആശുപത്രിവാസത്തിൻ്റെ നാളുകളായിരുന്നു അവളുടേത്. പൊന്നൂസേ, ഇതെന്ത് പറ്റി? ഒന്നുമില്ല, ചോര. നോക്കട്ടെ. ഒന്നുമില്ല, ഒന്നുമില്ല. ഞാൻ ഡോക്ടറെ വിളിച്ചിട്ട് വരാം. എന്താടോ, എന്തു പറ്റി? ഇപ്പൊ കുറഞ്ഞിട്ടുണ്ട്. ആ, ഞാൻ ഇഞ്ചക്ഷൻ എഴുതിയിട്ടുണ്ട്. പൂർണിമ കിടന്നോളൂ. ആ, റിപ്പോർട്ട് കിട്ടിയോ? ഇല്ല, വൈകുന്നേരം കിട്ടൂ. ശരി. പൊന്നു നാൾക്ക് നാൾ ക്ഷീണതയായി കാണപ്പെട്ടു. കീമോയുടെ ഫലമായി മുടിയും പുരികവുമെല്ലാം കൊഴിഞ്ഞുപോയി. എൻ്റെ പൊന്നുവിൻ്റെ പഴയ രൂപം പോലും എനിക്ക് അന്യമായി. ഏട്ടാ, ഞാനിനി അധിക നാളൊന്നും ഏട്ടനൊപ്പം ഉണ്ടാകില്ല. മക്കള്, അവരുടെ കളിച്ചിരികള്, ഇതൊക്കെയല്ലേ ഏട്ടാ ദാമ്പത്യത്തിൽ ഏറ്റവും സന്തോഷം. അതൊക്കെ ഇനി എന്നോടൊപ്പം മണ്ണടിയട്ടെ. എന്താ പൊന്നു ഇത്? നീ എന്നെയും കൂടി വിഷമിപ്പിക്കുക? ഞാൻ മരിച്ച ഏട്ടൻ കരയരുത്. ധൈര്യമായിട്ട് എന്നെ യാത്ര അയക്കണം. വേണ്ട, കേൾക്കണ്ടിരിക്കുന്നു. എനിക്കൊരാഗ്രഹമുണ്ട്. എനിക്ക് ഒരു ഉമ്മ. പൊന്നു, പൊന്നൂസേ, പൊന്നുമോളെ, പൊന്നൂസേ.
കാണണ്ട, കാണണ്ട എനിക്ക് നിന്റെ മുഖം. പൊയ്ക്കോ, നീ പൊയ്ക്കോ. ഒരു വേദനയും ഇനി നീ സഹിക്കണ്ടല്ലോ. കരയരുത്. നീ പറഞ്ഞില്ലേ കണ്ണീരോടെ വിട പറയരുതെന്ന്. ഇല്ല, ഞാൻ കരഞ്ഞ നീ തളരും. നീ തളരരുത്. തളർന്ന നീ എൻ്റെ ഊർജ്ജമില്ലാതാവും. വിട, പൊന്നൂസിന് വിട, എൻ്റെ പൊന്നൂസിന് വിട. അവൾ എന്നെ പിരിഞ്ഞിട്ട് 10 വർഷം കഴിയുന്നു. ദിവസവും ഞാൻ അവളുടെ കുഴിമാടത്ത് പോയി അവളുമായി സംസാരിക്കും. ഇന്നും ഞാൻ വിശ്വസിക്കുന്നില്ല അവൾ മരിച്ചെന്ന്. കാരണം അവൾ തന്ന നല്ല നാളുകൾ ഇന്നും എനിക്ക് ചുറ്റുമുണ്ട്. അവിടുന്ന് ഒരു സാറ് പറഞ്ഞില്ലേ 12 വർഷമായി ഭാര്യയെ സഹിക്കുന്നെന്ന്. ആ 12 വർഷങ്ങൾക്കപ്പുറം അവർ നിങ്ങൾക്ക് ആരും ആയിരുന്നില്ല. അതുവരെ വളർത്തിയ മാതാപിതാക്കളെ വിട്ട് നിങ്ങൾക്കൊപ്പം ഇറങ്ങിത്തിരിക്കുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അവരുടെ സ്വപ്നങ്ങളെപ്പറ്റി? നിങ്ങളുടെ കൈകളിൽ അവരെ ഏൽപ്പിക്കുമ്പോൾ അവരുടെ മാതാപിതാക്കളുടെ ആദികൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഭാര്യ ഒരു ഭാരമല്ല, ജീവനാണ്, ജീവന്റെ പാതിയാണ്. രാവിലെ എണീറ്റാൽ രാത്രി കിടക്കും വരെ യന്ത്രം പോലെ പണിയെടുക്കുന്നവൾ, ഒരു പരാതിയില്ലാതെ ഭർത്താവിൻ്റെ അടിവസ്ത്രം വരെ കഴുകിത്തരുന്നവൾ, ഒന്ന് വീണുപോയാൽ കുളിപ്പിക്കുവാനും വാരിത്തരാനും, എന്തിന് മലവിസർജനം ചെയ്താൽ ഒന്ന് കഴുകിത്തരാൻ പോലും അവളായിരിക്കും കൂടെ. ജോലിക്കിറങ്ങുമ്പം ബ്രേക്ക്ഫാസ്റ്റ് ആവാത്തതിന് ചൂടാവാതെ അവൾക്കൊപ്പം നിന്നൊന്ന് സഹായിക്കാൻ തയ്യാറായിട്ടുണ്ടോ? ഉണ്ടാവില്ല. കാരണം ഈഗോയാണ് നിങ്ങളെ ഭരിക്കുന്നത്. അതൊക്കെ അവൾ തനിക്ക് വേണ്ടി ചെയ്യാൻ കടപ്പെട്ടവളാണെന്ന ധാരണയാൽ ജീവിക്കുകയാണ്. ഭാര്യ ഒരു അടിമയല്ല, നിങ്ങൾക്കൊപ്പം സഞ്ചരിക്കേണ്ടവളാണ്. അവളൊരു ഭോഗവസ്തു മാത്രമല്ല, ചേർത്ത് പിടിക്കേണ്ടവൾ കൂടിയാണ്. അതുപോലെ പ്രിയപ്പെട്ട ഭാര്യമാരെ, ഭർത്താവിനെ സ്നേഹിച്ച് അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നിങ്ങൾ നടന്നിട്ടുണ്ടോ? TV സീരിയലിലോ മൊബൈലിലോ മുഴുകിയിരിക്കുന്ന നേരത്ത് ജോലി കഴിഞ്ഞ് വരുന്ന ഭർത്താവിന് ഒരു ചായ ഇട്ട് കൊടുക്കാനോ ഒപ്പം ഇരുന്ന് സംസാരിക്കാനോ നിങ്ങൾ മെനക്കെട്ടിട്ടുണ്ടോ? മറ്റുള്ളവരുടെ ആഡംബര ജീവിതം കണ്ട് ഭ്രമിച്ച് സ്വന്തം വരുമാനം അറിഞ്ഞ് കിട്ടിയ ജീവിതത്തിൽ സന്തോഷിക്കാൻ നിങ്ങൾ തയ്യാറായിട്ടുണ്ടോ? ഉള്ളുലഞ്ഞു നിൽക്കുന്ന സമയത്ത് നെഞ്ചോട് ചേർത്ത് ഞാനില്ലേ കൂടെ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഒന്ന് ഓർക്കുക, ഒന്ന് കിടന്നുപോയാലൊരു കാപ്പി ഇട്ട് തരാൻ പോലും ഇന്ന് ഒരു മക്കളും അരികിലെത്തുമെന്ന് നിങ്ങൾ ആരും പ്രതീക്ഷിക്കേണ്ട. ഒരു കൈത്താങ്ങായി കൂടെ ഉണ്ടാവുന്നത് താലി കെട്ടിയ ഭർത്താവ് മാത്രമായിരിക്കും. പറയാൻ നിങ്ങൾക്കൊരു 1000 കുറ്റങ്ങൾ കാണും. ഒന്ന് താഴ്ന്നു കൊടുത്തോണ്ടോ ഒന്ന് വിട്ടുകൊടുത്തോണ്ടോ ഇവിടെ ആർക്കും ഒന്നും നഷ്ടപ്പെടുന്നില്ല, നേടുകയല്ലാതെ. ഒന്നോർക്കുക, ഇത് നിങ്ങളുടെ ജീവിതമാണ്. എനിക്ക് പിരിയണ്ട സാർ. ഇനിയും 3 നേരം വെച്ച് വിളമ്പി തരാൻ ഞാൻ തയ്യാറാണ്. നന്ദി സാർ, നന്ദി ഒരു തിരിച്ചറിവ് തന്നതിന്. നിങ്ങളിൽ എല്ലാവരിലും ഈ ഒരു തിരിച്ചറിവ് കൈവരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. സർ, എൻ്റെ ഭാഗത്തും തെറ്റുപറ്റിയിട്ടുണ്ട്. സാറ് പറഞ്ഞ ഈഗോ തന്നെയാണ് എന്നെയും ഭരിച്ചത്. എൻ്റേത് പേരുകെട്ട തറവാടായിരുന്നു. പുരുഷൻ്റെ വാക്കിനപ്പുറത്ത് അവിടെ സ്ത്രീക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. അത് കണ്ടു വളർന്നവനാണ് ഞാനും. ഈ അല്പമാത്ര ജീവിതത്തിൽ അഹംഭാവായിരുന്നു എന്നെ ഭരിച്ചത്. ഭാര്യയ്ക്ക് മുന്നിൽ തലകുനിക്കരുതെന്ന ശാഠ്യം. ജീവിക്കണം എനിക്കിനിയും. നൽകാതെ പോയ സ്നേഹം പങ്കുവെക്കപ്പെടണം.
നൽകാൻ പറ്റാത്ത സ്നേഹവും കിട്ടാനാവാത്ത സ്നേഹവും ഞാൻ ഇന്ന് തിരിച്ചറിയുന്നു. ഇന്നലകളിലൊക്കെ സംഭവിച്ചു പോയതാണെന്ന് സമാധാനിക്കുക. പുതിയൊരു ജീവിതത്തിനായി കൊണ്ടുപോയിക്കോളൂ എന്നെ. തോറ്റുകൊടുക്കും തോറും വിജയിക്കുന്ന ഒന്ന് മാത്രമേ ഉള്ളൂ. അത് ദാമ്പത്യം മാത്രമാണ്. വിട്ടുവീഴ്ച, അതാണ് അതിൻ്റെ കാതൽ.